ബി.ജെ.പി. സംസ്ഥാന കാര്യാലയം നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാടിന് സമർപ്പിക്കും. 60,000 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ മാരാർജി ഭവനിൽ നിന്ന് കാഴ്ചകളും വിശേഷങ്ങളുമായി എസ് ശാലിനിയുണ്ട്. ശാലിനി, വലിയ സന്തോഷമാണ്. അല്പസമയം മുമ്പാണ് ഭാരവാഹി പട്ടിക പുറത്തുവിട്ടത്. ഇപ്പോൾ സംസ്ഥാന കാര്യാലയം നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാടിന് സമർപ്പിക്കാൻ പോകുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? നീലിമ, ഡബിൾ സന്തോഷത്തിലാണ്. ഡബിൾ ബെൽ എന്നൊക്കെ പറയുന്നത് പോലെ ഡബിൾ സന്തോഷത്തിലാണ് അനന്തപുരി ഇപ്പോൾ ഉള്ളത്. ഒന്ന്, അനന്തപുരി കുറേ നാളായി കാത്തിരുന്ന, ഒരു പക്ഷേ 2 പതിറ്റാണ്ടിലധികമായി കാത്തിരുന്ന KG മാരാർ ഭവൻ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നാളെ രാവിലെ 11 മണിയോടുകൂടി ഔദ്യോഗികമായി BJPയുടെ സംസ്ഥാന കാര്യാലയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാടിന് സമർപ്പിക്കുകയാണ്. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് അത്യാധുനിക സംവിധാനത്തിൽ ഇത്തവണ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ഘാടന ചടങ്ങിന് നാളെ തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ മാരാർജി ഭവനുള്ളിലാണ്. ഉള്ളിലെ കാഴ്ചകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റിസപ്ഷനാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് റിസപ്ഷനാണ്. റിസപ്ഷൻ്റെ സമീപത്ത് തന്നെയായൊരു ഹെൽപ്പ് ഡെസ്കും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് ഈ റിസപ്ഷനാണ് ആദ്യമായി ഒരാൾ BJP സ്റ്റേറ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ എന്ത് സഹായമൊക്കെയാണ് എന്ന് ആദ്യം ചോദിച്ചറിയുന്ന, ആദ്യം മനസ്സിലാക്കുന്നത് ഈ റിസപ്ഷനാണ്. തൊട്ടു പിന്നിലായി വികസിത കേരളം BJP ഹെൽപ്പ് ഡെസ്ക് നമുക്ക് കാണാം. കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് ആ ക്യാപ്ഷൻ. അതായത് എന്ത് സഹായത്തിനും ഞങ്ങളുണ്ട് നിങ്ങളുടെ അരികിൽ, അല്ലെങ്കിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യാൻ ഞങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതാണ് BJPയുടെ ആ ഒരു ഹെൽപ്പ് ഡെസ്ക്. കേന്ദ്ര പദ്ധതികൾ, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ആനുകൂല്യങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനൊക്കെ അത് ചോദിച്ചറിഞ്ഞൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നവർക്ക് ഈ ഹെൽപ്പ് ഡെസ്കിൽ 2-ലധികം പേരുണ്ടാകും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക്കാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നിലായി നമുക്ക് മറ്റൊരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. പക്ഷേ വാസ്തുകലയുടെയും ശില്പകലയുടെയും ഒക്കെ ഒരു വലിയ രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ഒരു 4-കെട്ട് മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ളൊരു കെട്ടിടം കൂടിയാണ് ഈ 7 നിലകളിൽ കാണുന്ന 60,000 സ്ക്വയർ ഫീറ്റിലുള്ള മാരാർജി ഭവൻ. തൊട്ടടുത്ത് കാണുന്നത് മാരാർജിയുടെ വെങ്കല പ്രതിമയാണ്. വെങ്കല പ്രതിമ നാളെയാണ് നമുക്കെല്ലാം കാണുന്ന രീതിയിൽ പ്രേക്ഷകരിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിൽ അമിത്ഷാ അത് നാളെ അനാച്ഛാദനം ചെയ്യുകയും ചെയ്യും. ഞാനിപ്പോൾ നിൽക്കുന്നത് 1-ാമത്തെ നിലയിലാണ്. ഈ 1-ാമത്തെ നിലയിൽ തൊട്ടടുത്ത് തന്നെയായി പ്രസ് കോൺഫറൻസ് ഹാളുണ്ട്. ഇവിടെയാണ് മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രസ് മീറ്റുകൾ, ഒപ്പം തന്നെ പ്രസ് കോൺഫറൻസുകളൊക്കെ നടക്കുന്ന കോൺഫറൻസ് ഹാളാണ്. ഇവിടെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ, ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷൻ, ഒപ്പം തന്നെ മറ്റ് ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുന്നത്. നമ്മളൊക്കെ കേട്ട് മാത്രം പരിചയമുള്ള രീതിയിലുള്ള അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് ഈ 1-ാം നിലയിൽ ആദ്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ നിലയുടെ തൊട്ട് താഴെ 2 നിലകളുണ്ട്. അത് രണ്ടും പാർക്കിങ്ങിനുള്ള സംവിധാനങ്ങളാണ്. അങ്ങനെ 7 നിലകളാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ക്യാൻറ്റീൻ കാണാം. ഇവിടെയാണ് ഉച്ചഭക്ഷണത്തിനൊക്കെയുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ എത്തുന്നവർക്കൊക്കെ ഭക്ഷണം തയ്യാറാക്കി അത് നൽകുന്ന ഒരു കേന്ദ്രം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൊട്ടടുത്തായി V പരമേശ്വർജി അടക്കം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ BJPയും സംഘത്തെയും ഒക്കെ നാട്ടിൽ കൊച്ചുമക്കൾക്ക് പോലും പരിചയപ്പെടുത്തി നൽകിയ ആ മഹത് വ്യക്തികൾ, അവരുടെ മഹത് വചനങ്ങളടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കും. നരേന്ദ്രമോദിയുണ്ട്, ഒപ്പം തന്നെ ഡോക്ടർ BR അംബേദ്കർ ഉണ്ട്. അങ്ങനെ വിവിധ കട്ടൗട്ടുകൾ, അത്തരത്തിലുള്ള ചെറിയ ചെറിയ കട്ടൗട്ടുകൾ അങ്ങനെ ഈ ഒരു കോറിഡോറിൽ, അതായത് കയറി വരുന്ന ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ 1-ാം നിലയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ വരെ മാത്രമേ മാധ്യമങ്ങൾക്ക് ഇനി പ്രവേശനമുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ലിഫ്റ്റ് മാത്രമല്ല, സ്റ്റെപ്പ് കയറിയും നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അവരുടെ ക്യാബിനുകൾ, അവരുടെ റൂമുകളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അവിടേക്ക് കയറി പോകുമ്പോഴും നമുക്ക് കാണാം ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കോട്ടുകളൊക്കെ ഇവിടെ കാണാം. തൊട്ടടുത്ത് തന്നെയായി സേവനം നിസ്വാർത്ഥമാക്കുമ്പോൾ മാത്രമേ അതിന് മൂല്യമുണ്ടാകൂ എന്ന് പറയുന്ന KG മാരാരുടെ വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഏറ്റവും മുകളിലേക്ക്, അതായത് 2-ാമത്തെ നിലയിലേക്ക് എത്തുമ്പോൾ, 2-ാമത്തെ നിലയിലാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ മുറികൾ സജ്ജീകരിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുറിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ക്യാബിനുണ്ട്. തൊട്ടടുത്തായി അദ്ദേഹത്തിൻ്റെ പ്രസ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്യാബിനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ക്യാബിനുകൾക്ക് അപ്പുറത്ത് തന്നെ
അടുത്ത് തന്നെയായി ഓഫീസ് സെക്ഷനുണ്ട്. കൂടാതെ തന്നെ ഓഫീസ് സെക്രട്ടറിയുടെ റൂമും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെയായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൻ്റെ ഇത്രയും നാൾ ആരൊക്കെയാണ് സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് എത്തിയിട്ടുള്ളത് അവരുടെയൊക്കെ പേര് ശിലാഫലകങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒ രാജഗോപാൽ 1980-82 കാലത്ത് തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ 2025 വരെ എത്തിയിരിക്കുന്ന ആ ഒരു പട്ടിക, ആ ഒരു ഓർഡറിൽ തന്നെ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംസ്ഥാന ഓഫീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ പാലുകാച്ചൽ ചടങ്ങ് 2025 ഫെബ്രുവരി മാസം നടക്കുമ്പോൾ അന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനായിരുന്നു. അത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ടടുത്ത് തന്നെയായി ഉള്ളത് മിഷൻ 2025 BJP കേരളം, അതായത് വികസിത കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ മിഷനും ഓരോ സംരംഭങ്ങളും ഒക്കെ അത് ഇനി നടക്കാൻ പോകുന്നത് ഈ കാര്യാലയത്തിലൂടെയാണ്. ഇവിടെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ആ പരിപാടിയിൽ കാര്യകർത്താക്കൾക്കും ഒപ്പം തന്നെ BJPയുടെ പ്രവർത്തകർക്കും ഒക്കെ പങ്കെടുക്കാൻ ഒരു ഓഡിറ്റോറിയം, അതിനി മറ്റ് സ്വകാര്യ ഹോട്ടലുകളോ ഒന്നും നോക്കി പോകേണ്ടതല്ല. ഇവിടെ തന്നെ ഒരു പരിപാടി നടത്താൻ, ഒരു വലിയ ജനക്കൂട്ടത്തെ ഇരുത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു വലിയ ഓഡിറ്റോറിയം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. LED വോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോ കോൺഫറൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അത്യാധുനിക സംവിധാനത്തോടു കൂടിയുള്ളൊരു ഓഡിറ്റോറിയമാണ്. 500 പേർക്കൊക്കെ ഒരേ സമയം ഇരുന്ന് ഈ പരിപാടിയുടെ ഭാഗമാകാനും ഇവിടെ നടക്കുന്ന ചില മീറ്റിങ്ങുകൾക്കുമൊക്കെ വേദിയാകുന്ന ഒരിടം കൂടിയാണ്. ചില പൊതുപരിപാടികളടക്കമുള്ള കാര്യങ്ങൾ ഇനി BJPയുടെ നടത്തുമ്പോൾ അതിനുമുള്ള വേദി ഈ ഒരു ഓഡിറ്റോറിയം ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സൗണ്ട് പ്രൂഫിംഗ് ആണ്, മുഴുവനും ശീതീകരിച്ച റൂമുകളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ ഒരു 2ാം നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ 3ാം നിലയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ 3ാം നിലയിലും ഒരുപാട് കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ മഹിളാ മോർച്ചകൾക്കും ഒപ്പം തന്നെ വിവിധ മോർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള റൂമുകളുണ്ട്. അവർക്ക് പ്രത്യേകമായി കോൺഫറൻസിങ് നടത്താനുള്ള റൂമുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഈ 3ാം നിലയിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. ആ കാഴ്ചകൾ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോഴൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നത് ഈ ഡോക്ടർ APJ അബ്ദുൽ കലാം അടക്കമുള്ള ഓരോരുത്തരുടെയും ചില വാക്കുകൾ, അവർ പറഞ്ഞ അവരുടെ മഹത് വചനങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങളെ ഉറങ്ങുവാൻ അനുവദിക്കാത്ത ഒന്നാണ് സ്വപ്നമെന്നുള്ള APJ അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും മഹത് വാക്കുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇവിടെ എത്തുന്നവർക്ക്, വായനാശീലമുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ വായിക്കാൻ ഒരു ലൈബ്രറി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലൈബ്രറിക്ക് ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ബുക്കുകളും ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എത്തുന്നവർക്കൊക്കെ അതാരാണ് എങ്കിൽ പോലും ഇവിടുത്തെ ഓഫീസ് സെക്രട്ടറി അനുവാദത്തോടു കൂടി ഇവിടെ എത്തി പുസ്തകങ്ങളൊക്കെ വായിച്ച് സമാധാനത്തോടു കൂടി അന്തരീക്ഷത്തിൽ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഈ ഒരു റൂമിലും ഒരുക്കിയിട്ടുണ്ട്. അത് ഡിജിറ്റൽ ലൈബ്രറി കൂടിയാണ്. ഡിജിറ്റൽ ലൈബ്രറി സംവിധാനങ്ങൾ മറുവശത്ത് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കാം. ബുക്സ് ഒക്കെ വായിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ക്യാബിൻ തയ്യാറാക്കി ഒരുക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നതാണ് വിവിധ മോർച്ചകൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കോൺഫറൻസ് ഹാൾ. ഒരു മിനി കോൺഫറൻസിങ് ഹാൾ ഈ നിലയിൽ 3ാം നിലയിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടെക്നിക്കലി ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളൊരു കോൺഫറൻസിങ് ഹാളാണ്. അതൊരു മിനി കോൺഫറൻസ് ഹാളാണ്. അറ്റ് എ ടൈം ഒരു 25 പേർക്കൊക്കെ ഒരുമിച്ചിരുന്ന് കോൺഫറൻസ് നടത്താനുള്ള ഒരു കോൺഫറൻസ് ഹാളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ ഡൽഹിയിൽ നിന്നൊക്കെ ഒരു വീഡിയോ കോൺഫറൻസിങ് നടത്തുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇവിടെ വീഡിയോ വോളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ആയിരിക്കും വിവിധ മോർച്ചകൾ, യുവമോർച്ച അടക്കമുള്ളവരുടെ ചെറിയ അംഗങ്ങൾ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രം പങ്കെടുക്കുന്ന കോൺഫറൻസ് നടത്തുന്ന മിനി കോൺഫറൻസിങ് ഹാൾ. ഇനി തൊട്ടടുത്ത് തന്നെ മറ്റ് ചില റൂമുകൾ കൂടി നമുക്ക് കാണാനുണ്ട്. ഒരുപക്ഷെ മറ്റൊരു സംസ്ഥാന കാര്യാലയങ്ങൾക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള കാഴ്ചകൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ജനറൽ സെക്രട്ടറിമാർ, പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെ വൈസ് പ്രസിഡന്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയൊക്കെ മുറികളാണ് നമ്മൾ കാണുന്നത്. ഇത് ജനറൽ സെക്രട്ടറി 1, അതായത് ആരായിരിക്കും ഈ റൂം അനുവദിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. 4 ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവർക്ക് ഓരോരുത്തർക്കുമായി ഇവിടെ ഓരോ റൂമുകൾ, ഓരോ ക്യാബിനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഭാരവാഹികൾക്ക് പ്രത്യേകമായി ഇവിടെ ഇരിപ്പിടം അല്ലെങ്കിൽ അവർക്കുള്ള ക്യാബിനുകളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അവർക്ക് ചെറിയ മീറ്റിങ്ങുകളൊക്കെ കൂടാനുള്ള സൗകര്യമുള്ള രീതിയിൽ സ്പേഷ്യസ് ആയ രീതിയിലുള്ള മുറികളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അവർക്കും വാർത്തകൾ കാണാൻ, വീഡിയോ കോൺഫറൻസിങ് ഒക്കെ നടത്താനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതും ഞാൻ
ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സെൻട്രലൈസ്ഡ് AC സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചൂടിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ടുള്ള കാറ്റ് ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്, മറുഭാഗത്ത് ഇത്തരത്തിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമാകാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്യും. തൊട്ടടുത്ത് തന്നെയാണ് മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഭാരവാഹികൾക്കടക്കം ഇരിക്കാനുള്ള ഒരു ക്യാബിൻ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ സംസ്ഥാന ട്രഷറർ ഇരിക്കുന്ന റൂം, അതായത് ട്രഷറർ ഇരിക്കുന്ന റൂം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ പണം സൂക്ഷിക്കുന്ന ആൾ കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ലോക്കർ സംവിധാനവും ഒക്കെ ഈ ഒരു ക്യാബിനിൽ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. ഇനി തൊട്ടടുത്തേക്ക് പോവുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ടീമുകളൊക്കെ ഉള്ളത് ഈ ഒരു മൂന്നാമത്തെ നിലയിലാണ്. ഇവിടെയാണ് നമ്മൾ വിവിധ വീഡിയോകൾ കാണാറുണ്ട്. പ്രധാനമന്ത്രിയുടെയും ഒക്കെ തന്നെ വിവിധ വീഡിയോകൾ കാണുമ്പോൾ ആ വീഡിയോ ഒക്കെ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു BJPയുടെ എന്നുള്ളത് പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അങ്ങനെ ആ വീഡിയോ ഒക്കെ തയ്യാറാക്കുന്ന സോഷ്യൽ മീഡിയയിൽ BJPയുടെ ഒരു ബാക്ക് ബോണായിട്ട് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ ടീം ഉള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ മീഡിയ ടീമൊക്കെ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തേക്കുള്ള വർക്കുകളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സംവിധാനം ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിൽ അവരാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത നിലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഈ സോഷ്യൽ മീഡിയ ടീം കഴിഞ്ഞാൽ വെബ് ടീം ഉണ്ട്. വെബ് ടീം തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. അവരാണ് ഈ ഓൺലൈൻ മുഖേന സോഷ്യൽ മീഡിയ മാറി നോക്കുകയാണെങ്കിൽ ഓൺലൈനിലൊക്കെ ഈ വാർത്തകൾ പ്രസ് റിലീസുകളൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ ആയി ഒരു വലിയ ടീം ഉണ്ട്. അത് നമുക്ക് തൊട്ട് സമീപത്തായി ഇവിടെ കാണാൻ സാധിക്കും. അവരും അവിടെ അവരുടെ സംവിധാനങ്ങൾ അവർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു വാസ്തുകലയെ പറ്റിയിട്ടാണ്. ഒരു പക്ഷേ നാലുകെട്ട് സംവിധാനത്തിലുള്ള അല്ലെങ്കിൽ നാലുകെട്ട് ശൈലിയിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസ് സംസ്ഥാനത്ത് വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇങ്ങനെ ഒറ്റക്കൽ തൂണുകളൊക്കെ ആയി തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസ് ഇത്തരത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ചെങ്കല്ലുകൊണ്ടൊക്കെയുള്ള വാസ്തു കല അല്ലെങ്കിൽ ചെങ്കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ രീതികൾ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സെൻട്രൽ കാണുന്ന നമ്മൾ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഈ ചെങ്കല്ലുകളൊക്കെ കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമൊക്കെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്കന്ന് കാണാൻ സാധിക്കുമായിരുന്നു. അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന പ്രത്യേകം തയ്യാറാക്കിയ ചെങ്കല്ലുകളാണ് ഈ ഒരു ഭാഗത്തായി വിരിച്ചിട്ടുള്ളത്. ഈ ഒറ്റക്കല്ലിലൊക്കെ ഉള്ള ആ ഒരു വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു വലിയ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ കുറേ ആളുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമൊക്കെയാണ് നാളെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഫെബ്രുവരിയിൽ ഇതിൻ്റെ ഔദ്യോഗിക പാലുകാച്ചൽ ചടങ്ങുകളൊക്കെ നടന്നുവെങ്കിൽ പോലും അമിത്ഷാ എപ്പോൾ വന്നതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു പറ്റം ആളുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അടുത്ത നിലയിലേക്കാണ്, നാലാമത്തെ നിലയിലേക്കാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 7 നിലകളിലുള്ള ഒരു BJPയുടെ സംസ്ഥാന ഓഫീസ്. അത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും 60,000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസോ അല്ലെങ്കിൽ മറ്റു ഓഫീസുകളോ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാം അത് അവകാശപ്പെടാൻ ഉള്ളത് BJPക്ക് മാത്രമാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയമാണ്. കുറേ വാടക കെട്ടിടങ്ങളിലൊക്കെ നമ്മൾ പ്രവർത്തിച്ചിരുന്നു. അവിടെ അതിൻ്റെ ഭാഗമൊക്കെ ആയിരുന്നു. പിന്നീട് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടാണ് ഇപ്പോൾ സ്വന്തമായൊരു കാര്യാലയം ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നത് ഈ അക്കൗണ്ട് സെക്ഷനാണ്. സംസ്ഥാന ഓഫീസിൻ്റെ അക്കൗണ്ടിങ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഈ ഒരു നിലയിലാണ്, ഈ റൂമിലാണ്. തൊട്ട് പിന്നാലെ ഇവിടെ ചെറിയ മിനി ഓഡിറ്റോറിയം കൂടിയുണ്ട്. അത് വളരെ കുറച്ച് പേർക്ക്, ഒരു 50-ൽ താഴെ അല്ലെങ്കിൽ മാക്സിമം 50 പേർക്കൊക്കെ ഇരുന്ന് വീഡിയോ കോൺഫറൻസും അതേപോലെ മൻ കി ബാത്ത് ഒക്കെ നടക്കുന്ന സമയത്ത് അത് ശ്രവിക്കാനും ഒക്കെയുള്ളൊരു സംവിധാനം, ചെറിയൊരു മീറ്റിംഗ് ഹാള് ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിലയിലും ഉണ്ട്. ലിഫ്റ്റ് സംവിധാനം എല്ലാ നിലയിലും ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മളിനി അടുത്ത പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഹോം ടൂർ, ഓഫീസ് ടൂർ എന്നൊക്കെ പറയുന്നത് പോലെ അടുത്ത ഏരിയയിലേക്ക് പോവുകയാണെങ്കിൽ ഇനി ഇവിടെ ഉള്ളത് ഇവർക്കൊക്കെയുള്ള താമസ സൗകര്യമാണ്. അന്നൊക്കെ ഇതിൻ്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളും പുറത്ത് വന്നപ്പോഴൊക്കെ ട്രോളുകളുണ്ടായിരുന്നു. എന്താണ് സ്റ്റേറ്റ് ഓഫീസിൽ പ്രധാനമന്ത്രി വന്ന് താമസിക്കുമോ എന്നൊക്കെ. എന്തായാലും പ്രധാനമന്ത്രി വരികയാണെങ്കിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി വരികയാണെങ്കിൽ ആർക്ക് വന്നാലും ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ വരെയുണ്ട്. സാധാരണ പ്രവർത്തകർ വിവിധ ജില്ലകളിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഡോർമെട്രി സംവിധാനമാണ്. ഇവിടെ പ്രത്യേകമായി ഡോർമെട്രി സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്ലീനായിട്ടുള്ള ബെഡുകളും ക്ലീനായിട്ടുള്ള പില്ലോകളും ഒക്കെ ആയി, ഓരോ ടേബിളുകളും ഓരോ ബെഡുകളും ഒക്കെ ആയി അവർ ദൂരെ
നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ അവർ ക്ഷീണിക്കാതെ പാർട്ടി പ്രവർത്തനങ്ങൾക്കൊക്കെ പോകാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങൾ കൂടിയായി ഈ ഒരു ഓഫീസ് മാറുകയാണ്. ഹോട്ടൽ റൂമുകളിലൊന്നും ഇനി വാടകയ്ക്ക് മുറിയെടുത്ത് താമസിക്കേണ്ട ആവശ്യം ഇനി BJPയുടെ പ്രവർത്തകർക്കില്ല. അവരിവിടെ എത്തുമ്പോൾ അവരുടെ സാധന സാമഗ്രികളൊക്കെ സൂക്ഷിച്ച് വെക്കാനുള്ള കബോർഡുകളടക്കം എല്ലാ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും BJPയുടെ സംസ്ഥാന കാര്യാലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇത് ഡോർമെട്രി മാത്രമാണ്. ഇനി സിംഗിൾ റൂമുകളും ഡബിൾ റൂമുകളൊക്കെ മറ്റൊരു ഭാഗത്തുണ്ട്. ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി തന്നെ നൽകുന്ന രീതിയിലുള്ള റൂമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി തൊട്ടപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഇനി സിംഗിൾ റൂമുകളിലേക്കും ഒപ്പം തന്നെ 2 ഷെയറിംഗ് റൂമുകളിലേക്കും ഒക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇവിടെ ഒരു മുറിയുണ്ട്. തൊട്ട് സൈഡിലായി പല വ്യൂ പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ കാണാൻ പാകത്തിനുള്ള റൂമുകളൊക്കെയാണ്. ബാൽക്കണിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം മുഴുവനുമായി കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡോർമെട്രി സംവിധാനങ്ങളൊക്കെയാണ് ഈ ഒരു രണ്ടാം നിലയിൽ ഈ നിലയിൽ ഒരുക്കിയിട്ടുള്ളത്. തൊട്ടടുത്തായി നിരവധി റൂമുകൾ അങ്ങനെയുണ്ട്. ഈ ഒരു നില മൊത്തവും അത്തരത്തിലുള്ള ഡോർമെട്രി സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുമുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ കാഴ്ചകളിലേക്ക് അടുത്ത നിലയിലേക്കാണ് ഇനി പോകാനുള്ളത്. അതായത് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അവസാന നില അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ചില സർപ്രൈസ് കാഴ്ചകൾ കൂടി അവിടെയുണ്ട്. BJPയുടെ ഒരു മുഖ്യമന്ത്രി വരികയാണെങ്കിൽ എവിടെ താമസിക്കുമെന്നൊക്കെ പണ്ട് പറഞ്ഞ ഒരു ട്രോളുകളൊക്കെ പലരും ഇറക്കിയിരുന്നു. പക്ഷേ അതൊക്കെ മാറി ആ ട്രോളുകളൊക്കെ പിന്നീട് ഫലം കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മൾ അവസാന നിലയിലേക്കാണ് പോകുന്നത്. അവസാന നിലയിലേക്ക് പോകുമ്പോഴും സ്റ്റെയർ കയറി പോകേണ്ടവർക്ക് സ്റ്റെയർ കയറി പോകാം. അതല്ല ലിഫ്റ്റ് കയറി പോകേണ്ടവർക്കാണെങ്കിൽ ലിഫ്റ്റ് സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് ഏറ്റവും അത്യാധുനിക സംവിധാനത്തോടെയുള്ള ലിഫ്റ്റ് സംവിധാനമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇവിടെ ഈ അവസാനഘട്ട ക്ലീനിങ്ങുകളും അവസാനഘട്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണുന്നത് 1-ാം നമ്പർ റൂം. അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുറിയാണ്, വിശ്രമ മുറിയാണ്. ഇവിടെ ഉള്ളപ്പോൾ അദ്ദേഹം താമസിക്കുന്നതും ഇനി ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതാണ് അവസാന നില. അവസാന നിലയിലെ കാഴ്ചകളാണ്. കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞ 1-ാം നമ്പർ മുറി. BJPയുടെ മുറിയാണ്. ഇവിടെയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ വരുമ്പോൾ വിശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ, വലിയ രീതിയിലുള്ള അത്യാധുനിക സംവിധാനത്തോടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അടക്കം ഒരുക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസ്, അതാണ് BJP ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിൽ എടുത്തു പറയേണ്ടത് ഫയർ സംവിധാനങ്ങളാണെങ്കിലും ഇത്രയും അധികം കെട്ടിടമാണ്, ഇത്രയും വലിയ കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ടൊക്കെയുള്ള എല്ലാ സംവിധാനങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള ഒരു BJPയുടെ സംസ്ഥാന ഓഫീസാണ്. നാളെ രാവിലെ 11 മണിക്ക് BJPയുടെ ദേശീയ ചുമതലയൊക്കെയുള്ള BJPയുടെ തന്നെ അഭിമാനമായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാടിനെ സമർപ്പിക്കാൻ പോകുന്നത്. എന്തായാലും പ്രവർത്തകരൊക്കെ വളരെ സന്തോഷത്തിലാണ്. കാരണം പലരും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പലരിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു സംസ്ഥാന കാര്യാലയം സാധ്യമാകുമോ എന്ന് ചോദിച്ചു നിന്നിടത്താണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു കാര്യാലയം നിർമ്മാണം പൂർത്തീകരിക്കുകയും അത് നാടിനെ സമർപ്പിക്കാൻ ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങൾ, ഒരുപാട് പേരുടെ ദീർഘവീക്ഷണമൊക്കെയാണ് നാളെ അങ്ങനെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നതും എന്തായാലും ആഭ്യന്തരമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഈ സംസ്ഥാന കാര്യാലയത്തിൻ്റെ അകത്തു നിന്നുള്ള കാഴ്ചകൾ. ഇനിയിപ്പോൾ നമ്മൾക്ക് സമയക്കുറവ് ഉള്ളതുകൊണ്ട് മാത്രമാണ്. പുറത്തേക്ക് വ്യൂ പോയിന്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ, പുറമെയുള്ള കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം. പക്ഷേ ഇനി പ്രേക്ഷകർക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിൽ പോലും ഇതാണ് ഔദ്യോഗികമായി 7 നിലകളിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ 7 നിലകളിൽ ഒരുക്കിയിട്ടുള്ള വിസ്മയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. നിലിമ, മാരാർജി ഭവനിലെ കാഴ്ചകളാണ് ശാലിനി നമുക്ക് കാട്ടിത്തന്നത്. പാർട്ടി കാര്യാലയമായും ജനസേവന കേന്ദ്രമായും പ്രവർത്തിക്കുന്നതിനപ്പുറം വികസിത കേരളം ലക്ഷ്യമിട്ടുള്ള പുത്തൻ ആശയങ്ങളുടെ പ്രഭവ കേന്ദ്രം കൂടിയാകുകയാണ് മാരാർജി ഭവൻ. നാളെയാണ് ഉദ്ഘാടനം. ശാലിനിയാണ് വിശദമായി ഈ റിപ്പോർട്ട് നമുക്ക് മുന്നിൽ വച്ചത്.